അച്ഛന്റെ സിബിൽ സ്കോർ കുറവ് കാരണം വിദ്യാർത്ഥിനിയുടെ വിദ്യാഭ്യാസ വായ്പ നിഷേധിച്ച ബാങ്കിന്റെ നടപടി കുറച്ചു ദിവസത്തിന് മുമ്പ് ജനചിന്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്നലെ മോനച്ചൻ എന്നെ വിളിച്ചിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. മോനച്ചന്റെ മകൾക്ക് വിദ്യാഭ്യാസ വായ്പ നിഷേധിച്ച ബാങ്ക് അധികൃതരുടെ നിലപാട്, അതിന് മാറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം പറഞ്ഞതിൽ നിന്നും അദ്ദേഹത്തിന്റെ മകൾക്ക് പൈസ അടയ്ക്കാൻ സാധിക്കാത്തത് കാരണം കോളേജ് അധികൃതർ ഹാൾ ടിക്കറ്റ് നൽകുന്നില്ല എന്ന വിവരം അദ്ദേഹം പറഞ്ഞു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരെ കർണാടക കോളേജിലേക്ക് അയക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച ഏജന്റുമായി മോനച്ചൻ ബന്ധപ്പെട്ടിരുന്നു. ഏജന്റ് പറഞ്ഞ മറുപടി ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. നിങ്ങൾ എത്രയും വേഗം ഫീസ് അടയ്ക്കും. ഫീസ് അടച്ചില്ല എങ്കിൽ കുട്ടിക്ക് പരീക്ഷ എഴുതാൻ സാധിക്കില്ല. മാത്രമല്ല, പരീക്ഷ എഴുതാൻ സാധിക്കാത്ത കുട്ടിയെ കോളേജ് അധികൃതർ പുറത്താക്കും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും എന്നെ കുറ്റപ്പെടുത്തരുത്. ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട പലരും ഏജന്റിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഏജന്റ് പറഞ്ഞത്, എന്റെ നമ്പർ അങ്ങനെ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ തന്നെ എത്രയും വേഗം പൈസ റെഡിയാക്കി മകൾക്കുള്ള ഫീസ് നിങ്ങൾ അടയ്ക്കും എന്നാണ്. അപ്പൊ ഞാൻ മോനച്ചനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കേരളത്തിൽ നഴ്സിംഗ് കോളേജിൽ അഡ്മിഷന് വേണ്ടി ശ്രമിക്കാതെ നിങ്ങൾ കർണാടകയിൽ പോയത് എന്തിനാണെന്ന് ചോദിച്ചു. സ്വാഭാവികമായും നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകും. നമ്മൾ വിചാരിക്കും കുട്ടിക്ക് കേരളത്തിലെ നഴ്സിംഗ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടത്ര മാർക്ക് ലഭിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അദ്ദേഹം കർണാടകയിൽ നഴ്സിംഗ് കോളേജിൽ അഡ്മിഷന് വേണ്ടി ശ്രമിച്ചത് എന്നാണ് ഞാനും കരുതിയത്. പക്ഷെ അതല്ല. +2 CBSE സിലബസിൽ 92% മാർക്ക് വാങ്ങിയ മിടുക്കിയായിരുന്നു മോനച്ചന്റെ മകൾ. കേരളത്തിൽ നഴ്സിംഗ് പഠനം തുടങ്ങുന്നതിന് കാലതാമസമുണ്ടെന്നും അതേസമയം തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ വേഗത്തിൽ ക്ലാസ് തുടങ്ങുമെന്നും വിദ്യാഭ്യാസ വായ്പ ലഭിക്കാൻ എളുപ്പമാണെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മോനച്ചനെ ധരിപ്പിച്ചിട്ടാണ് ഏജന്റ് ഇവരെ അങ്ങോട്ട് മാറ്റിയത്. കർണാടകയിലേക്ക് ആപ്ലിക്കേഷൻ അയക്കാനും അവിടെ കോളേജിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത്. ഞാനിവിടെ ചോദിക്കുന്നത്, ഏജന്റിന്റെ ഭാഗത്ത് നിന്ന് തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ? അത് അന്വേഷിക്കണം. ഏജന്റ് ശരിക്കും ഇവരെ കബളിപ്പിച്ചിട്ടുണ്ടോ? ഏജന്റിന്റെ വലയിൽ ഇവർ വീണതാണ്. ഏജന്റിൽ നിന്നും കമ്മീഷൻ കൈപ്പറ്റിയിട്ടുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒരു അന്വേഷണം നടത്തണം. ഏജന്റിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ ഭാവി തകർത്ത അയാൾക്കെതിരെ നടപടി ഉണ്ടാകും. അദ്ദേഹം ഇപ്പോൾ കൈയൊഴിഞ്ഞ അവസ്ഥയാണ്. ഏജന്റ് പറയുന്നത്, നിങ്ങളുടെ കുട്ടിയുടെ ഭാവി നോക്കിക്കൊള്ളുക, ഒരു കുട്ടിയെ കോളേജിൽ കൊണ്ട് അഡ്മിഷൻ ആക്കിയ ആ സമയം വരെ മാത്രമേ ഞങ്ങളുടെ ഉത്തരവാദിത്തമുള്ളൂ എന്നാണ്. ഈ മോനച്ചൻ ഓട്ടോ ഡ്രൈവറാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. സാധാരണക്കാരനാണ്, ഓട്ടോ ഡ്രൈവറാണ്. അദ്ദേഹം പറയുന്നത്, മകൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഇതിന്റെ പുറകെ ഇറങ്ങി തിരിച്ചതെന്നാണ്. അദ്ദേഹത്തിന്റെ മകൾക്ക് 2ാമത്തെ സെമസ്റ്റർ എക്സാം എഴുതാനുള്ള അവസരം, അതിന്റെ ഹാൾ ടിക്കറ്റ് കോളേജ് അധികൃതർ ഇതുവരെ നൽകിയിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും എനിക്ക് മനസ്സിലായത്. പല ആളുകളും ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നത് തന്നെ വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതിന്റെ റിസൾട്ട് ഉണ്ടാവണം. ക്രിയാത്മകമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാകണം. മോനച്ചന്റെ മകളുടെ വിദ്യാഭ്യാസ വായ്പ നിഷേധിച്ച ബാങ്ക് ഈ കാര്യത്തിൽ ഒരു പുനർചിന്തനം നടത്തണം. ആ കുട്ടിക്ക് ലോണ് അനുവദിച്ചു കൊടുക്കണം. മോനച്ചന്റെ മകൾക്ക് വിദ്യാഭ്യാസ വായ്പ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുമുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ബാങ്ക് കുറച്ചുകൂടി മനുഷ്യത്വപരമായി ഇതിനിൽ ഇടപെടണം. ആ കുട്ടിയുടെ ഭാവി ശോഭനമാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അവസരം ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.